അമ്മ ചുട്ട ദോശ, നെയ്യ് ചുട്ട ദോശ. ദോശ തിന്നാൻ ആശയില്ലാത്ത മലയാളികളുണ്ടോ? കേരളത്തിന്റെ മുക്കിലും മൂലയിലും കാണുന്ന തട്ടുകടകൾ ദോശയെ കേരളത്തിന്റെ ദേശീയ ഭക്ഷണമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിൽ മാത്രമല്ല, ഇന്ന് ഇന്ത്യയിൽ എവിടെയും ഒരു പ്രധാന ഭക്ഷണമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ ദോശയ്ക്ക് ആ പേര് എങ്ങനെ കിട്ടിയതെന്നറിയാമോ? ദോശ കഴിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ഈ ദോശയുടെ കഥ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? പിന്നെ നല്ല തേങ്ങാ ചട്നിയിലും മുളക് ചമ്മന്തിയിലും മുക്കി ചൂട് ദോശ അകത്താക്കുമ്പോഴല്ലേ ദോശയുടെ കഥ ആലോചിക്കാൻ പോകുന്നത്, അല്ലേ? എന്നാലും ഈ രസകരമായ കഥ ഒന്നറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ആ കഥ അറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണണേ. ഇത് ഞങ്ങളുടെ പുതിയ സെഗ്മെന്റ് ആണ്. എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്കിഷ്ടപ്പെട്ട നാവിൽ കൊതി നിറയ്ക്കുന്ന ഒരു ആഹാര സാധനത്തിന്റെ കഥയുമായി ഞങ്ങൾ വരുന്നു. കഥ പറയുന്ന രുചികൾ എന്നാണ് ഈ പരമ്പരയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മുടെ ദോശയുടെ കഥ നമുക്ക് കേൾക്കാം. ദോശ ഇന്നും ഇന്നലെയും ഒന്നും ഉണ്ടായതല്ല. 2000 വർഷം പഴക്കമുള്ള ചരിത്രമുണ്ട് നമ്മുടെ ദോശയ്ക്ക്. 1-ാം നൂറ്റാണ്ടിലെ സംഘകാല കൃതികളിൽ ദോശയെപ്പറ്റി പരാമർശങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന തരം ദോശ കർണാടകയിലെ ഉടുപ്പിയിൽ ഉണ്ടാക്കിയതാണെന്നാണ് പറയപ്പെടുന്നത്. 12-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മാനസോല്ലാസ എന്ന സംസ്കൃത നിഘണ്ടുവിൽ അന്നത്തെ കന്നഡ രാജാവായിരുന്ന സോമേശ്വര മൂന്നാമൻ ദോശയുടെ റെസിപ്പിയെപ്പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇതിൻ്റെ പേര് ദോശക എന്നായിരുന്നു. മൃദുവായ ദോശയുടെ ഉദ്ഭവം തമിഴ്നാട്ടിലായിരുന്നു. പക്ഷെ ലോകമൊട്ടുക്കും പ്രചരിച്ച നേർത്ത പരന്ന ദോശയുടെ ഉദ്ഭവം ഉടുപ്പിയിലായിരുന്നത്രേ. ഇങ്ങനെ ഉദ്ഭവത്തിന്റെ കാര്യത്തിൽ തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റവും ജനപ്രിയമായ സൗത്ത് ഇന്ത്യൻ ഭക്ഷണം ഏതെന്ന കാര്യത്തിൽ ഒരു തർക്കത്തിനിടയുണ്ടാക്കാൻ സാധ്യതയില്ലാത്ത വണ്ണം പിൻകാലത്ത് ജനപ്രിയമായി തീർന്നു ദോശ. അരിക്കും ഉഴുന്നിനും പുറമെ ഒരൽപ്പം മൈദയും പൊരിയും ചേർത്ത തീരെ നേർത്തതല്ലാത്ത നിർലോഭമായ വെണ്ണയുടെ അകമ്പടിയോടെ എത്തുന്ന ദാവൻഗരെ ബെണ്ണെ ദോശ. ദോശയുടെ ഉള്ളിൽ സവാളയും വെളുത്തുള്ളിയും ചുവന്ന മുളകും ചേർന്ന ചട്നിയുടെ ആവരണത്തിൽ മസാല ഒളിപ്പിച്ച മൈസൂർ മസാല ദോശ. അല്പം വെള്ളം കൂടുതലുള്ള പുളിക്കാത്ത മാവ് കൊണ്ടുണ്ടാക്കുന്ന തുളു വിഭവമായ നീർദോശ. തടിച്ച മൃദുവായ തെക്കൻ കേരളത്തിന്റെ തട്ടുദോശയ്ക്ക് സമാനമായ ദോശ. അരിക്കും ഉഴുന്നിനും കൂടെ ഉലുവയ്ക്കും ചേർന്ന് തീരെ പരന്നതല്ലാത്തതും എന്നാൽ നേർത്തതുമായ പാലക്കാടൻ ദോശ എന്നിവ ഉൾപ്പെടെ ഇന്ന് 700-ലധികം രീതിയിൽ ലോകത്താകമാനം ദോശ ചുടുന്നുണ്ട്. ഇനി ദോശയുടെ കുറച്ച് രസകരമായ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ന്യൂയോർക്കിൽ പുറത്തിറങ്ങിയ ഒരു സർവേ പഠന റിപ്പോർട്ട് പ്രകാരം ലോകത്ത് മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട 10 ഭക്ഷണ വിഭവങ്ങളുടെ പട്ടികയിൽ ഒന്നാണ് മസാല ദോശ. 2011 CNN തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ മികച്ച 50 ഭക്ഷണങ്ങളിൽ ഒന്ന് നമ്മുടെ സ്വന്തം ദോശയായിരുന്നു. ദോശ തിന്നാൽ തടി കുറയുമോ? അങ്ങനെ ഒരു സാധ്യത ദോശയ്ക്കുണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം അതിൻ്റെ കുറഞ്ഞ കാലറിയും കുറഞ്ഞ കൊഴുപ്പുമായിരിക്കാം. ദഹിക്കാൻ എളുപ്പവും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും കൊണ്ട് സമ്പന്നവുമായ ദോശ ഡയറ്റിംഗ് നടത്തുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. എന്നുവെച്ച് മൂക്കുമുറ്റ ദോശ തിന്നാൽ ഇതൊക്കെ പാഴാവുമേ? ഇനി അവസാനമായി ആ ചോദ്യം, ദോശയ്ക്കെങ്ങനെ ദോശ എന്ന പേര് വന്നു? സംഭവം തമാശയാണോ കാര്യമാണോ എന്നറിയില്ല. എന്നാലും കേൾക്കുന്ന കഥ ഇങ്ങനെയാണ്. ദോശമാവ് ഒഴിക്കുമ്പോഴും പിന്നെ തിരിച്ചിടുമ്പോഴും 2 പ്രാവശ്യം കേൾക്കുന്ന ഷ് ഷ് ശബ്ദം കൊണ്ടാണത്രേ ദോശയ്ക്ക് ആ പേര് വന്നത്. ദോ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ 2 എന്ന അർത്ഥമുള്ളത് കൊണ്ട് ചിലപ്പോൾ പറയുന്നതിൽ കാര്യമുണ്ടായേക്കാം, അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അടുത്ത ഒരു രുചിയുടെ കഥയുമായി അടുത്ത തിങ്കളാഴ്ച നമുക്ക് കാണാം. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ മറക്കാതെ അമർത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.